സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹുവല്ലാത്തവരെയും വിളിച്ചു പ്രാർത്ഥിക്കൽ അനുവദനീയമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി പരിശുദ്ധ ഖുർആനിൽ നിന്ന് തൽപരകക്ഷികൾ എടുത്തുദ്ധരിക്കാറുള്ള ആയത്തുകളും അവയുടെ ശരിയായ വ്യാഖ്യാനങ്ങളുമാണ് നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കുറെ ആയത്തുകൾ കഴിഞ്ഞ 2-3 ക്ലാസുകളിലൂടെയായി നിങ്ങൾ മനസ്സിലാക്കി. അതുപോലെ അവർ ഉദ്ധരിക്കുന്ന മറ്റു ചില ആയത്തുകൾ, അതുപോലെ തന്നെ തെളിവുകൾ, ഇതിനെ സംബന്ധിച്ചാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അവർ എഴുതുകയും പറയുകയും ചെയ്യുന്നു, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സഹായിക്കും എന്ന് പറഞ്ഞതുപോലെ തന്നെ ജിബ്രീലും സത്യവിശ്വാസികളായ എല്ലാവരും സഹായിക്കുമെന്നും മലക്കുകളും സഹായികളാണ് എന്നും പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിനോട് സഹായത്തിന് പ്രാർത്ഥിക്കുന്നത് പോലെ സത്യവിശ്വാസികളിൽ മരിച്ചുപോയ അമ്പിയാക്കളോടും എല്ലാവരോടും പ്രാർത്ഥിക്കാവുന്നതാണ്. അതിന് ഖുർആൻ അനുവാദം നൽകിയിട്ടുണ്ട്. സൂറത്ത് തഹ്രീമിലാണ് ആ ആയത്തുള്ളത് എന്നാണ് അവർ പറയാറുള്ളത്. അവർ ഉദ്ദേശിക്കുന്ന ആയത്ത് ഇതാണ്: ഇൻ തതൂബാ ഇലല്ലാഹി ഫഖദ് സഗത് ഖുലൂബുകുമാ വഇൻ തളാഹറാ അലൈഹി ഫഇന്നല്ലാഹ ഹുവ മൗലാഹു വജിബ്രീലു വസാലിഹുൽ മുഅ്മിനീൻ വൽമലായികതു ബഅദ ദാലിക വഹീർ. ഇതാണ് അവരുദ്ദേശിക്കുന്ന ആയത്ത്. എന്നിട്ടവർ നൽകുന്ന വ്യാഖ്യാനം, അല്ലാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹായിയാണ്. ജിബ്രീലും അല്ലാഹുവിന്റെ റസൂലിന്റെ സഹായിയാണ്. വസാലിഹുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളായ സാലിഹികളായി അറിയപ്പെടുന്ന ആളുകളും റസൂലുള്ളാഹിന്റെ സഹായികളാണ്. വൽ മലായികതു ബഅദ ദാലിക വഹീർ, അതിനുശേഷം മലക്കുകളും അല്ലാഹുവിന്റെ റസൂലിന്റെ സഹായികളാണ്. ഇതാണ് അവർ നൽകുന്ന അർത്ഥം. അപ്പോൾ അല്ലാഹുവിനോട് സഹായിയാണെന്ന് പറഞ്ഞാൽ അല്ലാഹുവിനോട് ചോദിക്കാം. ജിബ്രീൽ സഹായിയാണെന്ന് പറഞ്ഞാൽ ജിബ്രീലിനോട് ചോദിക്കാം. മുഅ്മിനീങ്ങളിലെ സാലിഹുൽ മുഅ്മിനീൻ സഹായികളാണെന്ന് പറഞ്ഞാൽ അതിൽ മരിച്ചുപോയ അമ്പിയാക്കളും ഉൾപ്പെടുന്നു. അതുകൊണ്ട് മരിച്ചുപോയ അമ്പിയാക്കളെയും വിളിച്ച് സഹായത്തിന് പ്രാർത്ഥിക്കാം എന്നിങ്ങനെയാണ് അവർ എഴുതുകയും വ്യാഖ്യാനിക്കുകയും ഇന്നും പരസ്യമായി പൊതുജന സമക്ഷം പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ എന്താണ് അല്ലാഹു ഈ ആയത്തിൽ പറഞ്ഞതിന്റെ ഉദ്ദേശം? എന്താണ്? നമുക്കിതുകൊണ്ട് ഈ ആയത്തുകൾ, ഇവർ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആയത്തുകൾ എടുത്ത് വിശദീകരിക്കുന്നത് കൊണ്ട് 2 കാര്യമുണ്ട്. ഒന്ന്, ആ ആയത്തിൽ പറഞ്ഞ ചരിത്ര സംഭവം നമുക്കിതിലൂടെ മനസ്സിലാക്കാനും പറ്റും. രണ്ടാമതായി ഇവർ നൽകുന്ന ദുർവ്യാഖ്യാനത്തിന്റെ ശക്തി എത്രമാത്രമുണ്ട് എന്നും ഗ്രഹിക്കാൻ സാധിക്കും. ആ 2 ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഞാനിത് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. ഈ ആയത്തിന്റെ മുഴുവൻ ഭാഗം പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ അതിൽ പറയുന്ന സംഭവം, വഇദ് അസറ നബിയ്യു ഇലാ ബഅദി അസ്വാജിഹി ഹദീസാ ഫലമ്മാ നബഅത് ബിഹി വഅദ്ഹറഹു അല്ലാഹു അലൈഹി അറഫ ബഅദഹു വഅറദ അൻ ബഅദിൻ ഫലമ്മാ നബഅഹാ ബിഹി ഖാലത് മൻ അൻബഅക ഹാദാ ഖാല നബഅനി അൽ-അലീമുൽ ഖബീർ ഇൻ തതൂബാ ഇലല്ലാഹി ഫഖദ് സഗത് ഖുലൂബുകുമാ وإن تظاهرا عليه فإن الله هو مولاه وجبريل وصالح المؤمنين والملائكة بعد ذلك ظهير. ഇതൊരു ചരിത്ര സംഭവമാണ്.
ഒരു പ്രത്യേകമായ സംഭവത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് അവതരിച്ച വചനങ്ങളാണ്. എന്തായിരുന്നു ആ സംഭവം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പല ഭാര്യമാരുണ്ടായിരുന്നു എന്ന് നമുക്കെല്ലാം അറിയാം. ആ ഭാര്യമാരുടെ കൂട്ടത്തിൽ സുന്ദരിയായ ഒരു ഭാര്യയായിരുന്നു സൈനബ റളിയല്ലാഹു അൻഹ. അതുപോലെ തന്നെ പ്രവാചകന്റെ ഭാര്യമാരുടെ കൂട്ടത്തിൽ സിദ്ദീഖുൽ അക്ബറിന്റെയും ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുമാ ഇവരുടെയും മക്കളുണ്ടായിരുന്നു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ആയിഷ റളിയല്ലാഹു അൻഹയും ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൾ ഹഫ്സ റളിയല്ലാഹു തആല അൻഹയും പ്രവാചക ഭാര്യമാരുടെ കൂട്ടത്തിൽ പെടുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണയായി സൈനബ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ സന്ദർശിക്കുകയും അവരുടെ വീട്ടിൽ നിന്ന് തേൻ കുടിക്കുകയും ചെയ്യുക പതിവുണ്ടായിരുന്നു. റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാനീയമായിരുന്നു തേന്. മധുരത്തോട് വലിയ പ്രതിപത്തിയായിരുന്നു അഷ്റഫുൽ ഖൽഖിന് എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പൊ പ്രവാചകൻ ഇങ്ങനെ സൈനബ ബീവിയുടെ അടുക്കൽ പോയി തേന് കുടിച്ചു വരുന്നത് സ്വാഭാവികമായും മനുഷ്യ സഹജമായ ചില വൈകല്യങ്ങൾ കാരണത്താൽ മറ്റു ഭാര്യമാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അവരൊരു പണി ഒപ്പിച്ചു. ആയിഷ ബീവിയും ഹഫ്സ ബീവിയും കൂടെ ഒരു തന്ത്രം മെനഞ്ഞു. അവര് പറഞ്ഞു, ആയിഷ റളിയല്ലാഹു തആല അൻഹ ഹഫ്സ ബീവിയോട് പറഞ്ഞു, നമ്മുടെ രണ്ടാളുടെ അടുക്കൽ ആരുടെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പ്രവേശിച്ചാലും നമ്മൾ മൂക്ക് പൊത്തണം. എന്നിട്ട് പറയണം, നിങ്ങൾ മഗാഫീർ കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണം. മഗാഫീർ എന്ന് പറഞ്ഞാൽ അറബികൾക്കിടയിൽ അറിയപ്പെട്ടിരുന്ന ഒരു വൃക്ഷത്തിന്റെ ഒരു ചെടിയിൽ നിന്ന് ഒലിക്കുന്ന കറ കുറച്ച് കട്ടിയായാൽ ഭക്ഷിക്കാൻ നല്ല മധുരമുള്ള ഒരു വസ്തുവായിരുന്നു. പക്ഷേ അതിന്റെ മണം ആർക്കും സഹിക്കില്ല, ദുർഗന്ധമായിരുന്നു. ഈ സാധനത്തിനാണ് മഗാഫീർ എന്ന് പറയുന്നത്. അങ്ങനെ ഇവർ രണ്ടാളും ഇത് പറഞ്ഞെത്തു. ആദ്യം എന്റെ അടുക്കലാ വരുന്നെങ്കിൽ നീ ചോദിക്കണം, എന്റെ അടുക്കലാ വരുന്നെങ്കിൽ ഞാൻ ഏറ്റു. മൂക്ക് ഒത്തുക. എന്തേന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തോ ഒരു ദുർഗന്ധം ഉണ്ടല്ലോ. അപ്പൊ ആ സൈനബന്റെ അടുക്ക് പോണ പരിപാടി ഉണ്ടോളൂ. ഇതാണ് ഇവരുടെ പ്ലാൻ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവ് പോലെ സൈനബ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് പോയി തേൻ കുടിച്ചു വന്നു. ആദ്യം കയറിയത് ആരെടുത്തുക്കാ? ഹഫ്സ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്കാ വന്നു. ഉടനെ മൂക്ക് പൊത്തി. പൊത്തിച്ച് ചോദിച്ചു, എന്താ നിങ്ങൾ എന്താ കുടിച്ചത്? നിങ്ങൾ മഗാഫീർ കുടിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ, ഞാൻ തേനാണല്ലോ കുടിച്ചത്. വല്ലാത്ത ദുർഗന്ധം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് കൂടി പറഞ്ഞു, ഇനി ഞാൻ ഒരിക്കലും തേൻ കുടിക്കില്ല, ഇനി ഞാൻ തേൻ കുടിക്കൂല എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ഉടനെ ആയത്തിറങ്ങി, യാ അയ്യുഹൻ നബിയു ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക തബ്തഗി മർളാത അസ്വാജിക. അല്ലയോ പ്രവാചകരെ, ലിമ തുഹരിമു, നിങ്ങൾ എന്തിനാ ഹറാമാക്കാൻ പോയത്? ഇനി തൊടില്ലെന്നെന്തിനു പറഞ്ഞു? മാ അഹല്ലല്ലാഹു ലക, അല്ലാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്നൊരു പാനീയത്തെ ഇനി അത് ഞാൻ കുടിക്കില്ലെന്ന് പറയാൻ എന്തിനാ നിങ്ങൾ തയ്യാറായത്? അതും തബ്തഗി മർളാത അസ്വാജിക, നിങ്ങളുടെ ഇണകളുടെ തൃപ്തിയെ മോഹിച്ചുകൊണ്ട് ഞാൻ അനുവദിച്ചു തന്നൊരു കാര്യം ഇനി തൊടില്ലെന്ന് പറയാൻ നിങ്ങൾ എന്തിനാ തയ്യാറായതെന്ന് സൂറത്തു തഹ്രീമിന്റെ തുടക്കത്തിലെ റബ്ബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിച്ച സന്ദർഭം ഇതായിരുന്നു എന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നു. ഇതാ സംഭവം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെതിരെ ഈ കാര്യം നിങ്ങൾ രണ്ടാളും നടത്തിയ ഈ ഗൂഢാലോചന അവസാനം പൊളിഞ്ഞു. ആയിഷയും ഹഫ്സയും കൂടെ തങ്ങൾക്കെതിരിൽ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹഫ്സ നിങ്ങളോടാ ചോദിച്ചത് എന്ന് റസൂലുള്ളാഹി അറിഞ്ഞു. എങ്ങനെ അറിഞ്ഞു? അല്ലാഹു വഹി കൊടുത്തു. അവര് രണ്ടാളും പണി പറ്റിച്ചിട്ടുണ്ട്. വിഷമിക്കണ്ട, മാനസികമായി ഒട്ടും പ്രയാസപ്പെടണ്ട. ആ രണ്ടാൾക്കാരും നിങ്ങൾക്കെതിരെ ഇനി അങ്ങോട്ട് തുറന്ന യുദ്ധത്തിനാണ്ട് ഒരുങ്ങിയാലും താങ്കൾ ഒരിക്കലും ബേജാറാവേണ്ടതില്ല. അല്ലാഹു നിങ്ങളുടെ സഹായിയായിട്ടുണ്ട്. ജിബ്രീൽ നിങ്ങളുടെ സഹായിയായിട്ടുണ്ട്. സത്യവിശ്വാസികളുടെ നേതാക്കൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് പെൺമക്കളില്ലേ, ഉമർ ഖത്താബിന്റെ മോളും സിദ്ദീഖുൽ അക്ബറിന്റെ മോളും, അവർ രണ്ടാളും വേറെ പക്ഷത്താണ് എന്നുള്ളത് കൊണ്ട് വാപ്പമാരെ പോലും ആ പെൺമക്കൾക്ക് കിട്ടൂല. അബൂബക്കർ സിദ്ദീഖും ഉമർ ഖത്താബും നിങ്ങളുടെ സഹായിയാണ്. എല്ലാവരും നിങ്ങളുടെ ഭാഗത്തായിരിക്കും. ഈ തന്ത്രത്തിൽ മനസ്സ് വിഷമിക്കരുത് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹിനെ സമാധാനിപ്പിച്ചുകൊണ്ട് ഇറങ്ങിയ ആയത്ത്. അപ്പൊ ഈ സന്ദർഭം മനസ്സിലായില്ലേ? ഇനി ആയത്ത് അർത്ഥം വെക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാവും. വഇദ് അസറൻ നബിയു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രഹസ്യം പറഞ്ഞു.
രഹസ്യമാക്കി ഒരു കാര്യം പറഞ്ഞു. ഇലാ ബഅദി അസ്വാജിഹി ഹദീസാ, ഒരു വർത്തമാനം രഹസ്യമായി പറഞ്ഞു. അത് പറഞ്ഞ ആളാരാ? ഹഫ്സാ ബീവിയോടാ പറഞ്ഞു, എനിക്കിങ്ങനെ വിവരം കിട്ടിയിട്ടുണ്ട്, നിങ്ങളിങ്ങനെ പണി വെച്ചിട്ടുണ്ടല്ലേ. ഫലമ്മാ നബ്ബഅത് ബിഹി, എന്നിട്ട് ഹഫ്സ കാര്യം അങ്ങ് പരസ്യമാക്കുകയും ചെയ്തു. വഅദ്ഹറഹുല്ലാഹു അലൈഹി, അല്ലാഹു അക്കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സഹായിക്കുകയും ചെയ്തു. അറഫ ബഅദഹു വഅറദ അൻ ബഅദിൻ, ചില കാര്യങ്ങളൊക്കെ ഹഫ്സാ ബീവിയോട് പറഞ്ഞു, വഹി കിട്ടിയ മുഴുവൻ പറഞ്ഞില്ല. ഇങ്ങനെയൊക്കെ നിങ്ങൾ പ്ലാൻ ഒപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞിന് എന്ന് ചില കാര്യങ്ങളൊക്കെ ഹഫ്സാ ബീവിയോട് പറഞ്ഞു. അറദ അൻ ബഅദിൻ, ചിലതൊന്നും പറഞ്ഞില്ല. ഫലമ്മാ നബ്ബഅഹാ ബിഹി, ഈ വർത്തമാനം അങ്ങ് ഹഫ്സാ ബീവിയോട് റസൂലുള്ളാഹി അറിയിച്ചപ്പോൾ കാലത്ത് അത്ഭുതത്തോടുകൂടി ഹഫ്സ ചോദിച്ചു, മൻ അംബഅക ഹാദാ, അല്ലയോ നബിയെ നിങ്ങളോട് ഈ വർത്തമാനം ആരാ പറഞ്ഞു തന്നത്? രണ്ടാൾക്കല്ലേ അറിയുള്ളൂ, ഞാനും പറഞ്ഞില്ല ആയിഷയും പറഞ്ഞില്ല, പിന്നെ എങ്ങനെ നിങ്ങൾ അറിഞ്ഞത്? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും അറിയാൻ എനിക്കെന്റെ റബ്ബുണ്ട്. നബ്ബഅനിയൽ അലീമുൽ ഖബീർ, എല്ലാം അറിയാവുന്ന എല്ലാം പറഞ്ഞു തരുന്ന എന്റെ നാഥനാണ് എന്നോട് വിവരം പറഞ്ഞത്. അതുകൊണ്ടിതാ റബ്ബ് ഒരു കാര്യം നിങ്ങളോട് പറയുന്നു, ഇൻ തതൂബാ ഇലല്ലാഹ്, നിങ്ങൾ രണ്ടാളും എനിക്കെതിരെ ഈ ഗൂഢാലോചന ഒപ്പിച്ചതിന്റെ വിഷയത്തിൽ നിങ്ങൾ തെറ്റാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ആ തെറ്റിൽ നിന്ന് നിങ്ങൾ രണ്ടാളും തൗബ ചെയ്ത് മടങ്ങുകയാണെങ്കിൽ അല്ലാഹ് പുറത്തു തരും. ഫഖദ് സഗത് ഖുലൂബുകുമാ, നിങ്ങളുടെ രണ്ടാളുടെയും ഹൃദയങ്ങൾ ചാഞ്ഞുപോയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ മടങ്ങി വരണം, നിങ്ങൾ തെറ്റ് സമ്മതിച്ച് തൗബ ചെയ്യണം, അല്ലാഹു അത് സ്വീകരിക്കും. അതല്ല വഇൻ തവാഹറാ, ഇനി നിങ്ങൾ രണ്ടാളും നബിക്കെതിരെ പരസ്പരം സഹായിക്കാൻ തന്നെയാണ് തീരുമാനമെങ്കിൽ എനിക്ക് വിഷമമില്ല, നിശ്ചയം. ഫഇന്നല്ലാഹ ഹുവ മൗലാഹു, തീർച്ചയായും അല്ലാഹുവും ജിബ്രീലും വസാലിഹുൽ മുഅ്മിനീൻ, വിശ്വാസികളിൽപ്പെട്ട സുഹൃതരും അദ്ദേഹത്തിന്റെ സഹായികളാണ്. വൽ മലായികത്തു ബഅദ ദാലിക ദഹീർ, അതിന് പുറമെ മലക്കുകളും നബിയുടെ സഹായികളത്രേ. ഇതാണ് വിഷയം. ഇത് നമ്മൾ പറഞ്ഞ അർത്ഥമൊന്നുമല്ല. ടി കെ അബ്ദുള്ള മൗലവിയുടെ ഖുർആൻ പരിഭാഷ പേജ് 563 പേജിൽ കാണാം, അവർ ഇരുവരും നബിക്കെതിരെ പരസ്പരം സഹായിക്കുകയാണെങ്കിൽ നിശ്ചയം അല്ലാഹുവും ജിബ്രീലും വിശ്വാസികളിൽപ്പെട്ട സുഹൃതരും ബ്രാക്കറ്റിൽ അബൂബക്കർ ഉമർ അദ്ദേഹത്തിന്റെ സഹായകരാണ്. അതിനു പുറമെ മലക്കുകളും സഹായികളത്രേ. ഇതാ സംഭവം. എന്തെങ്കിലും മനസ്സിലായി? മരിച്ചുപോയതിനു ശേഷം വരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നൊരു വിഷയം അതിലില്ല. പിന്നെ ആകെ പിടുത്തെന്താ? സാലിഹുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളിൽ സുഹൃതവാന്മാരെന്ന് പറഞ്ഞാൽ മുഫസ്സിരീങ്ങളിൽ ചിലർ പറഞ്ഞിട്ടുണ്ട് അതിൽ മരിച്ചുപോയ അമ്പിയാക്കന്മാരും പെടും. അങ്ങനെ പറഞ്ഞാൽ എന്താ അർത്ഥം? മരിച്ചുപോയ അമ്പിയാക്കളും നബിയുടെ ആദർശ ബന്ധുക്കളാണ്, നബിയുടെ ആദർശത്തിന്റെ സഹായികളാണ് അവർ എന്നാണ് അതിന്റെയൊക്കെ അർത്ഥം. അതല്ലാതെ മരിച്ചുപോയ പ്രവാചകന്മാരെയൊക്കെ നബി വിളിച്ച് പ്രാർത്ഥിക്കേണ്ടതാകുന്നു, അവർ നബിയെ സഹായിക്കാൻ ഇതാ കച്ചകെട്ടി കാത്തിരിക്കുകയാണ് എന്ന് ലോകത്തൊരു മുഫസ്സിറും എഴുതി വെച്ചിട്ടില്ല. ജിബ്രീലും സഹായിയാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ജിബ്രീലിനെ വിളിച്ചൂടെ? ഒരാൾ നമ്മുടെ സഹായിയാണെന്ന് പറഞ്ഞാൽ അയാളെ സഹായത്തിന് വിളിക്കാൻ എവിടുന്ന കിട്ടുക? അങ്ങനെയൊന്ന് ചിന്തിച്ചു നോക്കുക. ഇനി വേറൊരു വശത്തിലൂടെ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഒരാൾ നമ്മുടെ സഹായിയാണെന്ന് പറഞ്ഞാൽ അയാളെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് എവിടുന്ന കിട്ടുക? ജീവിതത്തിൽ നമുക്ക് മാതാപിതാക്കൾ സഹായികളല്ലേ? മാതാപിതാക്കൾ മരിച്ചാൽ പിന്നെ നമ്മൾ അമ്പാനിയും വാപ്പാനിയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ആ സഹായത്തിന്? ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ആളുകൾ നമ്മുടെ സഹായികളായി നിശ്ചയിച്ചിട്ടില്ലേ? മീകായിൽ മഴ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടവർ മലക്ക്, ഇസ്രാഫീൽ, അതുപോലെ തന്നെ ഒട്ടേറെ മലക്കുകൾ, ഖബറിൽ ചോദ്യങ്ങൾ നടത്തുന്ന മലക്കുകൾ, നന്മതിന്മകൾ റിക്കാർഡാക്കുന്ന മലക്കുകൾ, മലക്കുൽ മൗത്ത് റൂഹിനെ പിടിക്കുന്ന മലക്ക്, ഇവരൊക്കെ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് നമ്മൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ബദറിൽ മലക്കുകൾ ഇറങ്ങി സഹായിച്ചില്ലേ? ഉഹദിൽ ഇറങ്ങി സഹായിച്ചില്ലേ? ഒട്ടേറെ സന്ദർഭങ്ങളിൽ നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നില്ലേ മലക്കുകൾ? എന്ന് വെച്ച് ലോകത്തെ ഏതെങ്കിലും ഒരു മനുഷ്യന് മലക്കുകളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ? മീകായിലെ ഇടിയും മിന്നുമൊക്കെ ഒന്നും ഉണ്ടാക്കി ഒന്നും മഴ പെയ്യിപ്പിക്കണമേ യാ മീകായിൽ, പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥിക്കാമോ? പാടില്ല. മരണത്തിൻ്റെതായ റൂഹിനെ പിടിക്കാൻ വേണ്ടി അങ്ങ് എന്റെ അടുക്കൽ വരുമ്പോൾ ഒന്ന് സാവകാശം എന്റെ റൂഹ് പിടിച്ചുകൊണ്ട് എന്റെ വേദനയൊന്ന് ലഘൂകൂടാ.
മുൻകരേ നക്കീറെ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥിച്ചൂടാ. അങ്ങനെ എത്രയോ സംഭവങ്ങളിലെ പ്രാർത്ഥിക്കാൻ പാടില്ല. ഭാര്യയ്ക്ക് ഭർത്താവും ഭർത്താവിന് ഭാര്യയും സഹായികളല്ലേ ജീവിച്ചിരിക്കുന്ന കാലത്ത്? ഭാര്യ മരിച്ചുപോയാൽ ഭർത്താവിന് ഭാര്യയെ സഹായത്തിന് വിളിച്ച് പ്രാർത്ഥിക്കാമോ? ഭർത്താവ് മരിച്ചാൽ ഭാര്യയ്ക്ക് ഭർത്താവിനെ സഹായത്തിന് വിളിച്ച് പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥിച്ചൂടാ. അപ്പൊ സഹായി എന്ന് കേൾക്കുമ്പോഴേക്ക് അപ്പോഴൊക്കെ ഓർമ്മ വരികയാണ് എന്ത്? അത് ഇവിടുന്ന് വിളിച്ചാൽ അങ്ങോട്ട് ഉടനെ ഇങ്ങനെ റെഡി ആയിട്ട് ഇങ്ങനെ നമ്മളെ സഹായിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരെ പറ്റിയാണ്. അതുകൊണ്ട് അവരെ വിളിച്ച് പ്രാർത്ഥിക്കാം. അപ്പൊ അള്ളാഹു സഹായിയാണ്. ജിബ്രീൽ നബിയുടെ ഭാഗത്തുണ്ട്. വഹയും കൊണ്ട് ഇനിയും ജിബ്രീൽ വന്നുകൊണ്ട് നിങ്ങളെ സഹായിക്കും. സാലിഹുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞാൽ അന്ന് ജീവിച്ചിരിക്കുന്ന വിശ്വാസികൾ പോലും പെടില്ല എന്നാണ് മുഫസ്സിരീങ്ങൾ പറഞ്ഞത്. അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഖത്താബ് പെടുള്ളൂ എന്ന് ടി.കെ. അബ്ദുള്ള മൗലവി എന്നെ പച്ച മലയാളത്തിൽ എഴുതി വെച്ചിരിക്കും. സത്യവിശ്വാസികളിൽ സുഹൃതരെന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റിൽ ടി.കെ. കൊടുത്ത അർത്ഥം എന്താ? അബൂബക്കർ, ഉമർ. വേറെ മരിച്ചുപോയാലും പോട്ടെ, ജീവിച്ചിരിക്കുന്ന മുഴുവൻ ആളുകളെ കൂടി ആയത്ത് ഉൾക്കൊണ്ടിട്ടില്ല. ഇതൊക്കെ കൂടി പറഞ്ഞിട്ട് ഇങ്ങനെ വിശ്വാസാക്കുന്നില്ല. ആകെ മൊത്തം എന്താ പറയുന്നത്? ആദർശ നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെതിരിൽ ആര് എന്തു തന്നെ തന്ത്രം മെനഞ്ഞാലും പ്രവാചകൻ വിഷമിക്കേണ്ടതില്ല. നിങ്ങളെ അള്ളാഹു ഒരിക്കലും കഷ്ടപ്പെടുത്തുകയില്ല. ഇതേ ആയത്തിലെ വിഷയമുള്ളൂ. ഇവിടെ മരിച്ചോലെ വിളിച്ച് പ്രാർത്ഥിക്കാമോ, സഹായം തേടാമോ, അല്ലെങ്കിൽ റസൂലുള്ള ഏതെങ്കിലും രംഗത്തിൽ വരെ വിളിച്ചു പ്രാർത്ഥിച്ചുവോ? എവിടെയും വന്നിട്ടില്ല. ഒരു തരത്തിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമില്ല. കനത്ത ദുർവ്യാഖ്യാനം മാത്രം പറഞ്ഞ് ശീലിക്കുന്ന ആളുകൾക്ക് വായ കൊണ്ട് എന്തും പറയാമെന്ന കൂട്ടത്തിൽ അവർ വ്യാഖ്യാനിക്കുന്ന ഒരു വ്യാഖ്യാനം മാത്രമായിട്ടേ ഇതിനെ കാണേണ്ടതുള്ളൂ. തന്നെയുമല്ല, മലക്കുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ ശക്തമായി ആക്ഷേപിച്ചില്ലേ ഖുർആനിൽ? ആയത്തിൽ പറഞ്ഞില്ലേ ജിബ്രീൽ സഹായിയാണ്. മാത്രമല്ല ആയത്ത് അവസാനിച്ചത് എങ്ങനെയാണ്? വൽ മലായികത്തു ബഅദ ദാലിക ലഹീർ. മലക്കുകളും അങ്ങയുടെ സഹായികളാണെന്ന് പറഞ്ഞില്ലേ? മലക്കുകൾ സഹായികളാണ് ഖുർആനിൽ പറഞ്ഞിട്ട്. എന്നാ മലക്കുകളെ വിളിച്ച് പ്രാർത്ഥിക്കാമോ? മലക്കുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളെ റബ്ബെന്താ പറഞ്ഞത്? ഉലിദുല്ലദീന സഅംതും മിൻ ദൂനിഹി ലാ യംലികൂന കശ്ഫ ദുർരി അൻകും വലാ തഹ്വീലാ ഉലൈക അല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീലത അയ്യുഹും അഖ്റബ് വയർജൂന റഹ്മതഹു വയഖാഫൂന അദാബഹു ഇന്ന അദാബ റബ്ബിക കാന മഹ്ദൂറാ. സൂറത്തുൽ ഇസ്രായിൽ കാണാൻ സാധിക്കും. എന്താ പറഞ്ഞത്? ആരെപ്പറ്റിയായി ആയത്തിറങ്ങിയത്? അള്ളാഹുവിന്റെ പുറമേ നിങ്ങളുടെ സഹായികളാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുന്ന ആളുകളെ ഒന്ന് വിളിക്കുന്നടാ. വല്ല നിലക്കും അവർക്ക് നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കുമെങ്കിൽ കാണട്ടെ. ആരെ വിളിച്ച് പ്രാർത്ഥിച്ചവരെ പറ്റി അള്ളാഹു ആക്ഷേപിച്ചത്? തഫ്സീർ എടുത്ത് മറിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും. എല്ലാ മുഫസ്സിരീങ്ങളും പറഞ്ഞു കൽ മലായികത്തി വ ഈസാ വ ഉസൈർ. ഇതൊക്കാരാ? കല്ലുകളാ? മരങ്ങളാ? മറ്റേതെങ്കിലും നിർജീവ വസ്തുക്കളാ? അല്ല. മലക്കുകളെയും ഈസാ നബിയെയും ഉസൈറിനെയും ഒക്കെ വിളിച്ച് പ്രാർത്ഥിച്ച മുശ്രിക്കുകളെ ആക്ഷേപിച്ചുകൊണ്ടാണ് ഈ ആയത്തിറങ്ങിയത്. അള്ള പറഞ്ഞില്ലേ മലായികത്തുകൾ സഹായിക്കും എങ്കിൽ പിന്നെ മലക്കുകളെ വിളിച്ച് പ്രാർത്ഥിച്ചോളാം. റബ്ബ് ഒരു ഭാഗത്ത് ലൈസൻസ് തരികയും ഒരു ഭാഗത്തത് ചെയ്യുന്നവരെ ആക്ഷേപിക്കുകയും ചെയ്യാൻ അള്ള എന്താ സമസ്തന്റെ അവസരമുണ്ടോ? വൈരുദ്ധ്യം പറയാൻ? അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി സത്യം മാത്രം പറയുന്നവനല്ലേ. വൈരുദ്ധ്യം അവന്റെ ഗ്രന്ഥത്തിലുണ്ടാകുമോ? ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ വൈരുദ്ധ്യം വന്നിട്ടില്ല. അള്ളാഹു പറഞ്ഞതിന്റെ ഉദ്ദേശം ഇത് മാത്രമാകുന്നു. ഇതാണ് ഈ കാര്യം. നിങ്ങൾ അങ്ങ് വ്യക്തമായി മനസ്സിലാക്കിയാൽ ഈ ആയത്തിൽ ഈ വിഭാഗത്തിന് കനത്ത ദുർവ്യാഖ്യാനമല്ലാതെ യാതൊരു പിൻബലവും അതിലില്ല. ഇനി മറ്റൊരായത്തെ വിശദീകരിക്കുകയാണ്. അത് ഇസ്തിഗാസ സംബന്ധമായി ഇവർ പറയുന്ന ആയത്തുകളൊക്കെ ഏതാണ്ട് ഈ ആയത്തോട് കൂടെ തീരും. പിന്നെ തവസ്സുൽ എന്ന വിഷയം പറയുമ്പോൾ വേറെ കുറെ ആയത്തിന് വേറെ വരും. ഇതിപ്പോ ഇത് സംബന്ധമായി പറയാവുന്ന പ്രധാനപ്പെട്ട വേറൊരു പുൽക്കൊടിയാണ്. അതെന്താ? പുൽക്കൊടി എന്ന ആയത്തിനെ പറ്റിയല്ല പറയുന്നത്. അവസാനം മുങ്ങിച്ചാകാൻ പോകുന്നവൻ എന്തുമെങ്കിലും കിട്ടിയാൽ മുറുക്കി പിടിക്കുമല്ലോ, ആ ഒരവ. സൂറത്ത് മുംതഹിനയുടെ അവസാനത്തിൽ അല്ലാഹു ഒരായത്ത് പറയുന്നു. അതെന്താ? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തതവല്ലൗ ഖൗമൻ ഗളിബല്ലാഹു അലൈഹിം ഖദ് യഇസൂ മിനൽ ആഖിറ കമാ യഇസൽ കുഫാറു മിൻ അസ്ഹാബിൽ ഖുബൂർ. എന്താ അതിൽ അല്ലാഹു പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ലാ തതവല്ലൗ, നിങ്ങൾ മൈത്രി സ്ഥാപിക്കരുത്, നിങ്ങൾ കൈകാര്യകർത്താക്കളായി സ്വീകരിക്കരുത്. മുമ്പ് നമ്മൾ വിശദീകരിച്ചില്ലേ? സൗഹാർദ്ദം സ്ഥാപിക്കരുത്. ആരോട്? ഖൗമൻ, ഒരു ജനതയോട്. എന്താണ് ആ ജനതയുടെ പ്രത്യേകത? ഗളിബല്ലാഹു അലൈഹിം, അല്ലാഹു അവരുടെ മേൽ കോപിച്ചിരിക്കുന്നു.
അള്ളാഹു അങ്ങേയറ്റം കോപിച്ചിട്ടുള്ള ഒരു വിഭാഗം ജനങ്ങളുണ്ട്. ആ ജനങ്ങളുമായി നിങ്ങൾ സ്നേഹബന്ധം സ്ഥാപിക്കാൻ ഒരുമ്പെടരുത്. കാരണമെന്തോ ഖദിയഇസൂമിനല്ലാഹിറ, ഈ വിഭാഗം ആളുകൾ പരലോകത്തെ സംബന്ധിച്ച് അങ്ങേയറ്റത്തെ നിരാശയിലാണ്. ഏതുപോലെ കമായ ഇസൽ കുഫാറു മിൻ അസ്ഹാബിൽ ഖുബൂർ, ഖബറിൽ കിടക്കുന്ന കാഫിരീങ്ങൾ നിരാശപ്പെട്ടതുപോലെ, ഖബറിനുള്ളിൽ താമസിക്കുന്ന, ഖബറിനുള്ളിൽ കുഴിമാടങ്ങളിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന കാഫിറുകൾ നിരാശപ്പെട്ടതുപോലെ ഇവരും നിരാശയിലാണ് പരലോകത്തെ സംബന്ധിച്ച്. ഇതാണ് ഈ ആയത്തിന്റെ നേർക്കുനേരെയുള്ള ഒരർത്ഥം. പരലോകത്തെ പറ്റി ഇവർക്കൊരു പ്രതീക്ഷയില്ല. ആരെപ്പോലെ മരിച്ചു മണ്ണടിഞ്ഞു പോയ കാഫിറുകൾ ഇപ്പോ നരകവും അതേപോലെ തന്നെയുള്ള ശിക്ഷകളും അവർ ദുനിയാവിൽ മുസ്ലിമീങ്ങളായി ജീവിച്ചെങ്കിൽ എന്നൊക്കെ ആഗ്രഹിച്ച് ഖേദിച്ച് ഖബർ ജീവിതത്തിലാണ്. പരലോകത്തെപ്പറ്റി ഇനി എന്തെങ്കിലും അവിടെ ഒരു സുഖം കിട്ടുമെന്ന് അവർക്കൊരു പ്രതീക്ഷയുമില്ലാത്തവണ്ണം കാഫിറുകൾ നിരാശയിലാണ്. അതേ കാഫിറുകളെ പോലെ ജീവിച്ചിരിക്കുന്ന ഇവരും നിരാശയിലാണ്. പരലോകത്തൊന്നും കിട്ടൂല എന്നുള്ള മട്ടിലാണ് ഇവരുടെയും ജീവിതം. അങ്ങനെ പരലോകത്തെ നിഷേധിച്ചുകൊണ്ട് നടക്കുന്ന കാഫിറുകളില്ലേ, അക്കാഫിറിനോട് കൂട്ടുകൂടാൻ നീ ഒരിക്കലും തയ്യാറാവണ്ട. സത്യവിശ്വാസി, നിന്നോടുള്ള കൽപ്പനയാണിതെന്ന് റബ്ബ് പറയുന്നു. ഇതാണ് വിഷയം. അപ്പൊ ഇബ്ലീസ് കൊണ്ടെന്ന് വ്യാഖ്യാനം എന്താ? ഇബ്ലീസ് പറഞ്ഞ്, ഹേ സത്യവിശ്വാസികളെ, ലാതവല്ലൗ, നിങ്ങളൊരിക്കലും മൈത്രീബന്ധം സ്ഥാപിക്കാൻ പോകരുത്. ഖൗമൻ, ഒരു ജനതയോട്, ഖദിബല്ലാഹു അലൈഹിം, അല്ലാഹു അവരുടെ മേൽ കോപിച്ചിരിക്കുന്നു. ആഖിറത്തിനെ സംബന്ധിച്ചവർ നിരാശയിലാണ്. ഇനി കേട്ടോ, അവിടെയാ കൊടുത്തം. കമാ യഇസൽ കുഫാറു മിൻ അസ്ഹാബിൽ ഖുബൂർ, ഖബറാളികളിൽ നിന്ന് വല്ല സഹായവും കിട്ടും എന്നതിനെ സംബന്ധിച്ച് കാഫിരീങ്ങൾ നിരാശപ്പെട്ടതുപോലെ. മനസ്സിലായോ? ഖബറാളികളിൽ നിന്ന്, മരിച്ചുപോയ ആൾക്കാര് നമ്മുടെ വിളി കേൾക്കൂല, കാണില്ല, അവര് സഹായിക്കില്ല എന്നുള്ളത് പക്കാ കാഫിറിന്റെ വിശ്വാസമാണ്. അതുകൊണ്ട് കാഫിരീങ്ങൾക്കാണ് മരിച്ചോലെ പറ്റി നിരാശ ഉള്ളത്. ഇത് ഒന്നും സഹായിക്കൂല, നമ്മൾ വിളിച്ചാൽ കേൾക്കൂല, നമ്മൾ വിളിച്ചാൽ ഉത്തരം ചെയ്യൂല, നമ്മളെ കാണുന്നില്ല, നമ്മളെ സഹായിക്കാൻ കഴിയില്ല എന്നൊക്കെ ഈ ഇല്ല 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 എന്ന് പറഞ്ഞുകൊണ്ട് മരിച്ചുപോയവരെ പറ്റി നിരാശയുള്ളത് ആർക്കാണ്? കാഫിറുകൾക്കാണ്. മുഅ്മിനീങ്ങളായ സമസ്തക്കാരായ നമുക്ക് മരിച്ചോരെ പറ്റി നിരാശയില്ല, അവർ നമ്മളെ സഹായിക്കുമെന്നാണ് മുഅ്മിനീങ്ങൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഖബറാളികളിൽ നിന്ന് സഹായം കിട്ടില്ലെന്ന നിരാശ പച്ചക്കാഫിറിന്റെ പരിപാടിയാണ്. അതുകൊണ്ട് ഖബറാളികളോട് വിളിച്ചു പ്രാർത്ഥിക്കാത്തവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് വരെ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കാലത്ത് സുഹൃത്തേ, ഇതിന്റെ അർത്ഥമൊന്ന് മനസ്സിലാക്കണം, പഠിക്കണം. നമ്മൾ ലോകത്തുള്ള മുഴുവൻ തഫ്സീറുകൾ പരിശോധിച്ചു നോക്കിയാലും രണ്ട് നിലക്കാണ് ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചത്. ആ രണ്ട് വ്യാഖ്യാനത്തിലും ഈ ഇബ്ലീസിയൻ വ്യാഖ്യാനം കാണില്ല. എന്താ രണ്ട് വ്യാഖ്യാനം? ഒന്ന് ഞാൻ ആദ്യം കേൾപ്പിച്ച വ്യാഖ്യാനം. എന്താ ആദ്യം കേൾപ്പിച്ചത്? തഫ്സീർ ഇബ്നു കസീറിൽ പരിശോധിച്ചു നോക്കിയാൽ കാണാം, ഈ ആയത്തിനെ സംബന്ധിച്ച്, ഏതായത്തിനെ സംബന്ധിച്ച്, കമാ യഇസൽ കുഫാറു, കാഫിറുകൾ നിരാശപ്പെട്ടതുപോലെ, മിൻ അസ്ഹാബിൽ ഖുബൂർ, ഖബറിൽ കഴിഞ്ഞുകൂടുന്ന ആളുകളെ സംബന്ധിച്ച് കാഫിറുകൾ നിരാശപ്പെട്ടതുപോലെ എന്ന് പറഞ്ഞെടുത്ത് ഫീഹി ഖൗലാനി, അവിടെ രണ്ടഭിപ്രായമുണ്ട്. രണ്ടഭിപ്രായവും ശരിക്കും മനസ്സിലാക്കിക്കോളിൻ. രണ്ടഭിപ്രായ പ്രകാരവും ഇവർ പറയുന്ന തഫ്സീർ അവിടെ ആരും പറഞ്ഞില്ല. ഒന്നാമത്തെ തഫ്സീർ എന്താ? നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ കമാ യഇസൽ കുഫാറുൽ അഹ്യാഉ, ജീവിച്ചിരിക്കുന്ന കാഫിറുകൾ നിരാശയിലാണ്. മിൻ ഖറാബാതിഹിമുല്ലദീന ഫിൽ ഖുബൂരി, മരിച്ചുപോയ അവരുടെ ബന്ധുക്കളെ സംബന്ധിച്ച് ജീവിച്ചിരിക്കുന്ന കാഫിറുകൾ നിരാശയിലാണ്. എന്താ അവർക്ക് നിരാശ? അൻയജ്തമിഉ ബിഹിം ബഅദ ദാലിക, ഇനി അവരെ ഞങ്ങൾ എവിടുന്ന് കണ്ടുമുട്ടാനാണ്? മരിച്ചുപോയില്ലേ, മരിച്ചതോടുകൂടെ തീർന്നില്ലേ, ഇനി ഞങ്ങളുടെ ബന്ധുക്കളെ ഞങ്ങൾ ഇനി എവിടെ വെച്ച് കണ്ടുമുട്ടാനാണെന്നാണ് കാഫിറുകൾ വിശ്വസിക്കുന്നത്. കാരണം എന്തെന്നോ, ലിഅന്നഹും, ഇക്കാഫിറുകൾ ലാ യഅ്തഖിദൂന, അവരിൽ വിശ്വസിക്കുന്നവരല്ല, ബഅസൻ വലാ നുശൂറാ, ഇനിയും പരലോകത്തൊരു ജീവിതമുണ്ടെന്നവർ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് അവരുടെ വിശ്വാസമനുസരിച്ച് ഖബറിന്റെ അകത്തേക്കെന്ന് ഖബറടക്കപ്പെട്ട് കഴിഞ്ഞാൽ അതോടുകൂടി ഇവരോടുള്ള എല്ലാ ബന്ധവും തീർന്നുപോയി. ഇനി അവരെ ഒരു കാലത്തും കാണാൻ പോലും കിട്ടില്ലെന്ന് പരലോകത്തിൽ വിശ്വാസമില്ലാത്ത കാഫിറിന്റെ വിശ്വാസത്തെ സംബന്ധിച്ചാണ് റബ്ബ് ഇവിടെ പറഞ്ഞത്. അതാണ് കമാ യഇസൽ കുഫാറു, കാഫിറുകൾ നിരാശപ്പെട്ടതുപോലെ.
മിൻ അസ്ഹാബിൽ ഖുബൂർ, കുഴിമാടങ്ങളിലുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഇനി ഞങ്ങൾ അവരെ കാണില്ലെന്ന് പറഞ്ഞ് നിരാശപ്പെട്ടതുപോലെ അങ്ങനെയുള്ള വിശ്വാസം വേണ്ട. ഇതാ അള്ളാഹു പറഞ്ഞത് ഒരർത്ഥം. ഇനി രണ്ടാമത്തെ അർത്ഥം എന്താ? വൽ ഖൗലു സാനി, രണ്ടാമത്തെ അർത്ഥം മാനാഹു, അതിന്റെ ഉദ്ദേശം കമാ യഇസൽ കുഫാറുൽ ലദീന ഹും ഫിൽ ഖുബൂരി മിൻ കുല്ലി ഖൈരിൻ, ഖബറിൽ ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന അഥവാ മരണത്തിന്റെയും പരലോകത്തിന്റെയും ഇടക്കുള്ള ജീവിതത്തിനാണ് ഖബർ ജീവിതം എന്ന് പറയുന്നത്. ആ ബർസഖിയായ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാഫിറുകൾ നിരാശപ്പെട്ടിട്ടുണ്ട്. എന്തിൽ നിന്ന്? മിൻ കുല്ലി ഖൈരിൻ, എല്ലാ നന്മയിൽ നിന്നും അവർ നിരാശയിലാണ്. എന്താ കാരണം? അവർ നിരാശപ്പെട്ടു. ഇനി എന്താ? ഒന്നും കിട്ടാനില്ല, അവർ ഖേദിക്കുകയാണ്. അനുഭവിക്കേണ്ട ഇസ്ലാം പറഞ്ഞതായിരുന്നു ശരിയെന്ന് ഉറപ്പായി. ബർസഖിയായ ലോകത്ത് അങ്ങോട്ട് പ്രവേശിച്ചു കഴിഞ്ഞപ്പോഴേക്ക് തന്നെ എല്ലാം ബോധ്യായതോടുകൂടി അവർക്ക് അവരുടെ കാര്യത്തെപ്പറ്റി ഇപ്പോൾ ഒരു പ്രതീക്ഷയില്ല. എന്താ കാരണം? നമ്മൾ അങ്ങനെയൊന്നും ജീവിച്ചില്ലല്ലോ. അതുകൊണ്ട് അവർ നിരാശയിലാണ്. എന്തില്ലെന്ന്? മിൻ കുല്ലി ഖൈരിൻ, ഒരു ഖൈറും നമുക്കൊന്നും കിട്ടൂല എന്ന് ബർസഖിയായ ലോകത്ത് ജീവിക്കുന്ന കാഫിറുകൾ വിശ്വസിക്കുന്നു. അതാ അവരുടെ നിരാശ. ഇതല്ലാതെ മരിച്ചുപോയ ആളുകൾ നമ്മെ സഹായിക്കുകയില്ലെന്ന, അല്ലെങ്കിൽ ഖബറാളികളിൽ നിന്ന് നമുക്കിനി ഒരു സഹായവും കിട്ടുകയില്ലെന്ന നിരാശ, അങ്ങനെ ഒരർത്ഥം ലോകത്തൊരൊറ്റ മുഫസ്സിറും പറഞ്ഞിട്ടില്ല. അത് ഖബർ പൂജിക്കാനും ഖബറാളികളോട് വിളിച്ച് പ്രാർത്ഥിക്കാനും കച്ചകെട്ടി ഇറങ്ങിയിട്ടുള്ള ചില ദുഷ്ടലാക്കുള്ള വ്യാഖ്യാതാക്കൾ മാത്രം പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്ത വ്യാഖ്യാനമാണ്. ഖബറാളികളിൽ നിന്ന് സഹായം കിട്ടില്ല എന്ന നിരാശ കാഫിറിന്റെ നിരാശയാണ്. എത്ര ഗൗരവമാണ് ആ പ്രയോഗം! ഖബറാളികളിൽ നിന്ന് സഹായം കിട്ടില്ലെന്ന നിരാശ മുഅ്മിനിനുണ്ടായിരിക്കേണ്ടതല്ല. മുഅ്മിനിന് അവരെ സംബന്ധിച്ച് ആശയാണ് വേണ്ടത്. കിട്ടും, സഹായിക്കും, കേൾക്കും, കാണും, അറിയും, മനസ്സിലാക്കും. ഇതായിരിക്കണം മുഅ്മിനിന്റെ വിശ്വാസം. കേൾക്കില്ല, കാണില്ല, സഹായിക്കില്ല, ഉത്തരം ചെയ്യില്ല, ഉപകാരം ചെയ്യില്ല എന്നൊക്കെയുള്ള വിശ്വാസം കാഫിറിന്റേതാണ്. അത് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, അത് കാഫിറിന്റെ വിശ്വാസമാണ്. അള്ളാഹ് പറഞ്ഞത് ഇതാണ്, ഇവർ പറഞ്ഞത് ഇതാണ്. ഇതാണ് ഈ ആയത്തിന്റെയും വ്യാഖ്യാനത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. യുടെ പരിഭാഷയിൽ നിന്ന് ഞാനിപ്പോൾ പറഞ്ഞ ഇതേ സത്യം നിങ്ങൾ കേൾപ്പിക്കുന്നു. 554 പേജ്. സത്യവിശ്വാസികളെ, അള്ളാഹു താങ്കളുടെ നേരെ കോപിച്ച ഒരു ജനതയെ, ബ്രാക്കറ്റിൽ അവർ യഹൂദികളാണ്, നിങ്ങൾ മിത്രങ്ങളാക്കരുത്. തീർച്ചയായും പരലോകത്തെ, ബ്രാക്കറ്റിൽ അതിലെ പ്രതിഫലത്തെ കുറിച്ച് അവർ ഭഗ്നാശരായിരിക്കുന്നു. കേട്ടോ, അല്ലാതെ ഖബറാളികളിൽ നിന്ന് കിട്ടുന്ന സഹായത്തെപ്പറ്റി അവർ നിരാശരായിരിക്കുന്നു എന്നല്ല. പരലോകത്തെ ഇനി നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടാല്ല എന്ന കാര്യത്തിൽ അവർ നിരാശരായിരിക്കുന്നു. ഖബറടക്കപ്പെട്ടവരായ അവിശ്വാസികൾ, ശ്രദ്ധിച്ചോ, ഖബറടക്കപ്പെട്ടവരായ അവിശ്വാസികൾ, ബ്രാക്കറ്റിൽ പാരത്രിക ക്ഷേമത്തെക്കുറിച്ച്, ബ്രാക്കറ്റിട്ടോ, ആശ മുറിഞ്ഞതുപോലെ. അപ്പൊ ഖബറടക്കപ്പെട്ടവരായ അവിശ്വാസികൾ ആശ മുറിഞ്ഞിരിക്കുന്നു. എന്തിൽ നിന്ന്? പരലോകത്ത് നമ്മൾ വിജയിക്കാൻ പോകുന്നില്ല. അതല്ലാതെ ദുനിയാവിലുള്ള ഒരു മനുഷ്യനെ ഏതെങ്കിലും ഒരു ഖബറാളി സഹായിക്കുമോ ഇല്ലേ എന്നത് ഇവിടുത്തെ ഒരു പ്രശ്നമേ അല്ല. അള്ളാഹു അത് ഉദ്ദേശിച്ചിട്ടുമില്ല. അള്ളാഹുവിന്റെ നേരെ നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ ദുർവ്യാഖ്യാനവും കടുത്ത പ്രയോഗവുമായി പോയി ഇത് എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് ഈ ആയത്തിലും യാതൊരു നിലക്കുള്ള അനുകൂലമായ തെളിവുകളും ഈ വിഭാഗത്തിനില്ല. കടുത്ത ദുർവ്യാഖ്യാനമാണ് അവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ആയത്തുകൾ ഏതാണ്ട് അവസാനിക്കും. ഇനി സാധാരണയായി അവതരിപ്പിക്കുന്ന മറ്റൊരു തെളിവെന്താ? മറ്റൊരു തെളിവ്, നമസ്കരിക്കുന്ന നമ്മൾ അത്തഹിയാത്ത് ചൊല്ലാറില്ലേ? അത്തഹിയാത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം നിർബന്ധമായി 9 തവണ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സാലിഹീൻ എന്ന് നമ്മൾ മഹാനായ റസൂലുള്ളാഹിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. എന്താ പറയുന്നത്? അല്ലയിൽ വെച്ചിട്ടൊരു മുസ്ലിയാർ പ്രസംഗിച്ചൊരു പ്രസംഗം കേട്ടു ഞാൻ. കേട്ടിട്ടുണ്ട് എന്റെ കയ്യിൽ. എന്താ അദ്ദേഹം പറഞ്ഞത്? ഇസ്തിവാസാന്ന് പറഞ്ഞാൽ സുന്നത്തൊന്നുമല്ല, നിർബന്ധം. റസൂലുള്ളാഹിനെ ഒരു ദിവസത്തിൽ 9 തവണ വിളിക്കാത്തവരുടെ നിസ്കാരം ശരിയാവില്ല.
ദിവസത്തിൽ 4-8 ളുഹ്ർ, അസ്ർ, മഗ്രിബ്, ഇശ ഈ 4 നിസ്കാരത്തിലും കൂടി 8 തവണയും സുബഹിക്ക് 1 തവണ 8+1 9 തവണ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, ഹേ നബിയേ, ഹേ നബിയേ എന്ന് വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹിനെ വിളിക്കാത്തോന്റെ നിസ്കാരം ശരിയാവില്ല. അതുകൊണ്ട് റസൂലുള്ളാഹിനെ ഇസ്തിഗ്ഫാർ നടത്തൽ നിർബന്ധല്ലേ? ചോദ്യം. വിളിക്കണില്ലേന്നാ? മെച്ചുപോയ റസൂലുള്ളാഹിനെ വിളിക്കില്ലേ നിസ്കാരത്തില്? അപ്പൊ നബിയെ വിളിച്ച് പ്രാർത്ഥിക്കാം. നബിയെ വിളിച്ച് പ്രാർത്ഥിച്ചതിന്റെ തെളിവുണ്ട്. നിസ്കാരത്തിലെ മുസ്ലിമീങ്ങളെ കൊണ്ട് ദിവസം നിർബന്ധമായി 9 തവണ അള്ളാഹ് വിളിപ്പിക്കുന്നു, മരിച്ച നബിയെ വിളിപ്പിക്കുന്നു. അപ്പൊ മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കാം, സഹായം തേടാം, തെളിവായി. ഒന്നാമതായി മനസ്സിലാക്കുക, ഇവിടെ വിളിയല്ല. അറബി ഭാഷയിൽ നേർക്ക് നേരെയുള്ള വിളിക്ക് പറയുന്ന പ്രയോഗം ഇസ്തിഗാസ അല്ലെങ്കിൽ നിദാ എന്നൊക്കെയാണ്. നിദാ, വിളിക്കുക. ഇവിടെ അറബി ഭാഷ വ്യാകരണ പണ്ഡിതന്മാര് പറയുന്നത് ഇവിടെ വിളിയല്ല, ഇവിടെ നബിനെ വിളിക്കുന്നില്ല. പിന്നെന്താ? അസ്സലാമു അലൈക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം ദുആയാണ്. നബിയുടെ മേൽ അല്ലാഹുവിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന എന്റെ പ്രാർത്ഥന കൊണ്ട് അഹസ്സു, ഞാൻ ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെയാകുന്നു. അതായത് നബിയെ വിളിക്കുന്ന വിളി അതിലില്ല. അതിന് വ്യാകരണത്തിൽ പറയുന്ന പേര് നിദാ എന്നല്ല, ഇഖ്തിസാസ് എന്നാണ്. അറബി ഭാഷാ വ്യാകരണ ഗ്രന്ഥങ്ങളിൽ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് ഇബ്ൻ മാലിക്കിന്റെ അൽഫിയത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന 1000 വരികളുള്ള ഒരു പദ്യം. അതിൽ പറയുന്ന ഒരു നിയമം, ഇഖ്തിസാസ് എന്ന് പറഞ്ഞാൽ ഭാഷയിൽ അത് നിദാഇൻ, വിളി പോലെ തന്നെ തോന്നും, പക്ഷേ അത് വിളിയല്ല. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്താ? അതിൽ പറയുന്ന മേലെ പറഞ്ഞ കാര്യത്തിന്റെ തൊട്ടുവരുന്ന ആളെ ഞാൻ പ്രത്യേകമായി ഉദ്ദേശിക്കുന്നുവെന്നേ അർത്ഥമുള്ളൂ. അവിടെ വിളിക്കൽ ഉദ്ദേശമില്ല. ഇത് ഭാഷാർത്ഥം, ഭാഷാപരമായ ചർച്ച. ഇനി നമ്മൾ അല്പം ഇങ്ങോട്ട് അതിന്റെ വ്യാഖ്യാനത്തിലേക്ക് വരിക. അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്തും ഇതേ അത്തഹിയ്യാത്തല്ലേ ഓതിയത്? അപ്പോഴും നബി പറഞ്ഞില്ലേ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു റഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പൊ റസൂലുള്ളാഹിനെ തന്നെ ദിവസം 9 തവണ നിർബന്ധമായി വിളിച്ചു പ്രാർത്ഥിച്ചു, ഇല്ലേ? നബി തന്നെ നബിനെ 9 തവണ നിർബന്ധമായി വിളിച്ചു പ്രാർത്ഥിച്ചു. ഏ നബിയേ എന്ന് നബി എങ്ങനെ നബിനെ വിളിച്ചു? പോകട്ടെ, ഇവർ പറയണെന്താ? നമ്മളിപ്പോ നിസ്കരിക്കുമ്പോൾ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്നാണ് വിളിക്കുമ്പോൾ റൗളാ ശരീഫിന്ന് നബി ഇങ്ങോട്ട് കേട്ടിട്ട് വഅലൈക്കുമുസ്സലാം എന്ന് പറയുന്നു എന്നല്ലേ? അങ്ങനെ വിശ്വസിക്കാത്ത സുന്നത്ത് ജമാഅത്തിന് പുറത്താണ്. എന്നാ ജീവിച്ചിരിക്കുമ്പോൾ അത് കേൾക്കണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നേരെ ബാക്കിൽ സൊഫ് കെട്ടിയിട്ട് ഒരുപാട് മൗമൂമിങ്ങൾ മദീനത്തെ പള്ളിയിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് തന്നെ യുദ്ധത്തിനും മറ്റ് സന്ദേശങ്ങൾക്കുമൊക്കെയായി നാടിന്റെ നാനാഭാഗത്തേക്ക് പറഞ്ഞയച്ച ദൂതന്മാരായ സ്വഹാബിമാരും വിദൂരദേശങ്ങളിൽ നിന്നും അത്തഹിയ്യാത്ത് ചൊല്ലുന്നു. നബിയുടെ പള്ളിയിലുള്ള മൗമൂമിങ്ങളും അത്തഹിയ്യാത്ത് ചൊല്ലുന്നു. എല്ലാവരും നിസ്കാരത്തിൽ പറയുന്നുണ്ട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. ജീവിച്ചിരിക്കുന്ന നബി എപ്പോഴെങ്കിലും ഇത് കേട്ടോ? ജീവിച്ചിരിക്കുന്നല്ല നബി. നബിന്റെ ബാക്കിലുള്ള മൗമൂമിങ്ങളൊക്കെ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് കേട്ട് നബി ഇങ്ങനെ അലൈഹിസ്സലാം എന്ന് പറയുന്നത്. ഇനി മറ്റ് പ്രദേശങ്ങളിലേക്കൊക്കെ പറഞ്ഞയച്ച സഹാബിമാർ അവിടെ വെച്ച് നിസ്കരിച്ചില്ലേ? നബി ഇവിടെ മദീനത്ത് ജീവിച്ചിരിക്കുന്നില്ലേ? നബി ഇത് കേട്ടോ? അലൈഹിസ്സലാം എന്ന് പറയും. അപ്പൊ ജീവിച്ചിരിക്കുന്ന കാലത്ത് നബി ഇത് കേട്ടുവെന്നോ മറുപടി പറഞ്ഞുവെന്നോ ആരും പറയുന്നില്ല. പിന്നെ മരിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ കേൾക്കുന്ന, അങ്ങനെ ഈ ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചു പ്രാർത്ഥിക്കലായിരുന്നുവെന്ന് ഏതെങ്കിലും ഇബ്ലീസുകൾ പിൽക്കാലത്ത് ദുർവ്യാഖ്യാനം ചെയ്തേക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് അത്ഭുതകരമെന്ന് പറയട്ടെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മരണശേഷം സ്വഹാബിമാരിൽ പലരും അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് അത്തഹിയ്യാത്തിൽ നിന്ന് പറയാറില്ലായിരുന്നു. മറിച്ച് അസ്സലാമു അലൻ നബി എന്നേ പറയാറുള്ളായിരുന്നു എന്ന് ബുഖാരിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിന് ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആർക്കും വേണ്ട, അങ്ങനെ ആരും പിടിച്ചു തൂങ്ങണ്ട എന്ന് വിചാരിച്ചിട്ട് തന്നെയാ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ 2ാമത്തെ ജുസ്ഇ 250ാമത്തെ പേജിൽ വ്യക്തമായി വിശദീകരിക്കുന്നു. സ്വഹാബിമാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് ബിലഫ്ദിൽ ഖിതാബി നേർക്കുനേരെ അഭിസംബോധന ചെയ്യും പോലെ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്നാണ് പറയാറുണ്ടായിരുന്നത്. വഅമ്മാ ബഅദഹു ഫയഖാലു ബിലഫ്ദിൽ ഗൈബ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശേഷം അവർ ഈ നേർക്കുനേരെ ഒരാളോട് പറയും പോലെയുള്ള അഭിസംബോധനാ രീതിയാണ് മാറ്റിയെന്നാണ്.
പ്രത്യേകിച്ച് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും സഹാബിമാരെന്താ പറഞ്ഞത്? വഹുവ ബൈന ലഹ്റാനൈന, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളുടെ അടുക്കൽ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറഞ്ഞിരുന്ന ഞങ്ങൾ, ഫലമ്മാ ഖുദിബ റസൂലുള്ളാഹി എന്ന് വഫാത്തായപ്പോൾ ഖുൽനാ, പിന്നെ ഞങ്ങൾ പറഞ്ഞത് അസ്സലാമു അലൻ നബി എന്നായിരുന്നു. നബിയുടെ പേരിൽ അല്ലാഹുവിന്റെ രക്ഷ ഉണ്ടാവട്ടെ എന്നാ ഞങ്ങൾ പറഞ്ഞിരുന്നത്. വളരെ വ്യക്തമായി ചെയ്തു വെച്ചിരിക്കുന്നു. എന്നിട്ട് സുബ്കി ഇമാമുണ്ട്, മൂലയന്മാരെ വലിയ ഹോജയുണ്ട്, എപ്പോഴും തെളിവ് പറയുന്ന ആളാണ്. ഇവരെന്താ മൂലയന്മാരെന്താ പ്രസംഗിക്കാറുള്ളത്? അത്തഹിയ്യാത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് വിളിക്കാത്തവന്റെ നിസ്കാരം തന്നെ ശരിയാവില്ല അല്ലേ? എന്നാ വലിയ ഹോജയായിട്ട് കൊണ്ടെടുക്കണം. സുബ്കി ഇമാം എന്താ പറഞ്ഞത്? ഖാല സുബ്കി ഫീ ശർഹിൽ മിൻഹാജി ബഅദ അൻ ദക്കറ ഹാദിഹി റിവായ മിൻ ഇൻദി അബി അവാന വഹ്ദഹു. സുബ്കി പറയട്ടെ, എന്താ പറയുന്നത്? ഇൻ സഹ ഹാദാ അനി സ്വഹാബ, സ്വഹാബാക്കളിൽ നിന്ന് ഇത് ശരിയായി വന്നിട്ടുണ്ടെങ്കിൽ, ഏത്? നബി മരിച്ചതിന് ശേഷം അസ്സലാമു അലൈക എന്നുള്ള പ്രയോഗം ഒഴിവാക്കിയിട്ട് അസ്സലാമു അലൻ നബി എന്നായിരുന്നു സ്വഹാബിമാര് ചൊല്ലാറുണ്ടായിരുന്നത് എന്ന റിപ്പോർട്ട് ശരിയാണെങ്കിൽ ദല്ലാതറിയിക്കുന്നു അലാ അന്നൽ ഖിതാബ ബിസ്സലാമി, ഈ സലാമിലുള്ള നേർക്ക് നേരെയുള്ള അഭിസംബോധനാ രീതി ബഅദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ കാലശേഷം അത് ഗൈറു വാജിബിൻ, അത് നിർബന്ധമല്ല. അങ്ങനെ പറഞ്ഞോളുന്നില്ല. ആര് പറയുന്നത്? സുബ്കി ഇമാം പറയുന്നത് അങ്ങനെ പറഞ്ഞോളുന്നില്ല. മോലിയർ പറയുന്നത് അങ്ങനെ പറയത്തോടെ നിസ്കാരം പാത്തിലാണ്. ഇനി ഫയുഖാലു, അതുകൊണ്ട് ഇങ്ങനെ പറയപ്പെടാം, അസ്സലാമു അലൻ നബി എന്ന് പറഞ്ഞാൽ മതി. അതാ പറയുന്നത്. എന്നിട്ട് ഖുൽതു, ഞാൻ പറയട്ടെ. ആര്? ഞാനല്ല. ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ ഉദ്ധരിക്കുകയാണ് സുബ്കിന്റെ ഈ ഉദ്ധരണി. എന്നിട്ട് ഇബ്നു ഹജർ അൽ അസ്ഖലാനി പറയുന്നു, ഞാൻ പറയട്ടെ. സുബ്കി ഇമാം പറഞ്ഞാൽ എന്താ? അങ്ങനെ ശരിയായിട്ട് റിപ്പോർട്ട് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയാന്നല്ലേ. എന്നാൽ ഞാൻ പറയട്ടെ, അത് സഹ ബിലാ റൈബിൻ, ഒരു സംശയവുമില്ല, സഹിയായി വന്നിട്ടുണ്ട്. ഒരു സംശയമല്ല, സഹാബിമാർ അങ്ങനെ ചൊല്ലിയിരുന്നത് എന്ന് തെളിഞ്ഞിട്ടുണ്ട്. തന്നെയുമല്ല, ഒരു റിപ്പോർട്ടിലല്ല, വഖദ് വജദ്തു ലഹു മുതാബിയൻ ഖവിയൻ, ഇതിനുപോൽബലകമായ മറ്റു റിപ്പോർട്ടും ഞാൻ കണ്ടിട്ടുണ്ട്. ഖാല അബ്ദുർ റസാഖ്, എന്നിട്ട് ആ റിപ്പോർട്ട് അദ്ദേഹം പറയുന്നു, അഖ്ബറനാ ഇബ്നു ജുറൈജ് അഖ്ബറനി അതാ അന്ന സ്വഹാബാക്കൾ, നിശ്ചയമായും സ്വഹാബാക്കൾ, കാനു അവരുടെ പതിവായിരുന്നു, യഖൂലൂന അവർ പറഞ്ഞിരുന്നു, വന്നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഹയ്യുൻ, അല്ലാഹുവിന്റെ റസൂൽ ഭൂമുഖത്ത് ജീവിച്ചിരിക്കെ അവർ പറഞ്ഞിരുന്നത് എന്താ? അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്നാ പറഞ്ഞിരുന്നത്. ഫലമ്മാ മാത, നബി അങ്ങ് മരിച്ചപ്പോൾ, ഖാലൂ, പിന്നെ സഹാബത്ത് പറഞ്ഞത് അസ്സലാമു അലൻ നബി, നബിയുടെ മേൽ രക്ഷയുണ്ടാകട്ടെ എന്ന് ആക്കി പറഞ്ഞു. വഹാദാ ഇസ്നാദുൻ സഹീഹുൻ, ഇത് സഹീഹായ പരമ്പര കൊണ്ട് സ്ഥിരപ്പെട്ടതാകുന്നു. എന്തായി? അതുകൊണ്ട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് ചൊല്ലുന്നതിന് പകരം ഒരാള് അസ്സലാമു അലൻ നബി എന്ന് പറഞ്ഞാലും നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല. സ്വഹാബിമാർ അങ്ങനെയും മാറ്റി പറയാറുണ്ടായിരുന്നു എന്നാ പറഞ്ഞു. എന്തിനാണ് പറഞ്ഞത്? അത്തഹിയാത്തിൽ നബിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രശ്നം അതിൽ വരുന്നില്ല. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഞാൻ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ ഉദ്ദേശിക്കുന്നത് നബിയെയാകുന്നു എന്ന് പറഞ്ഞാൽ, അല്ലാഹുവേ നിന്റെ നബിയുടെ മേൽ നിന്റെ രക്ഷകൾ ചൊരിയണമേ, ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതല്ലാതെ ഇവിടുന്നാണ് നബിയേന്ന് വിളിക്കുക, നബി നമുക്ക് ഉത്തരം ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു എന്ന് അത്തഹിയാത്തിലൂടെ ഇല്ല. അതൊരു പ്രാർത്ഥനയായിരുന്നെങ്കിൽ നബിയോട് തന്നെ പ്രാർത്ഥിച്ചു എന്ന് വരും. ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലും നബിയുടെ മഅ്മൂമീങ്ങളോ വിദൂരദേശത്ത് നിന്ന് നിസ്കരിക്കുന്ന മുസ്ലിമീങ്ങളോ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറഞ്ഞപ്പോ നബി കേട്ടതായോ സലാം മടക്കിയതായോ എവിടെയും വന്നിട്ടില്ല. അതുകൊണ്ട് നിസ്കാരത്തിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നബിയെ വിളിച്ചുകൊണ്ട് സലാം പറയലല്ല, അള്ളാഹുവിനോട് നബിയുടെ മേൽ നിന്റെ രക്ഷയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കലാണ്. പിന്നെ നമ്മൾ ലോക മുസ്ലിമീങ്ങൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അസ്സലാമു അലൈനാ, ഞങ്ങളുടെ മേൽ രക്ഷയുണ്ടാകണം. വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, സാലിഹീങ്ങളായ അല്ലാഹുവേ സാലിഹീങ്ങളായ നിന്റെ മുഴുവൻ പടപ്പത്തരങ്ങൾക്കും എല്ലാവരുടെ മേലും നിന്റെ രക്ഷ ചൊരിയണമേ. ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ നബിയുടെ മേൽ ആദ്യം പറഞ്ഞു, പിന്നെ ഞങ്ങൾക്കും വേണം, എല്ലാ മുഅ്മിനീങ്ങൾക്കും വേണം നിന്റെ രക്ഷ കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ റസൂലുള്ളാഹിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമേ അവിടെയില്ല. കടുത്ത ദുർവ്യാഖ്യാനമാണ് അത്. ഇനി പറയാനുള്ള മറ്റൊരു തെളിവെന്താ? വേറൊരു തെളിവ്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹിനെ സഹായിച്ചില്ലേ?
മരിച്ച മൂസാ നബി മുഹമ്മദ് നബിയെ സഹായിച്ചില്ലേ? നബി മേറാജിൽ പോയപ്പോ സഹായിച്ചില്ലേ? എങ്ങനെയാ സഹായിച്ചത്? 50 വക്തുള്ള നിസ്കാരം 5 വക്താക്കി കൊടുത്തത് മരിച്ച മൂസാ നബിയെ വഹാബിയെ. എനിക്ക് എന്താ പറയാ? അവര് പറയുന്നിടത്തും കുറച്ചൊക്കെ കാര്യമുണ്ടെന്നറിയാം. അപ്പൊ ആൾക്കാർ ഇങ്ങനെ തലാട്ടിച്ചു. എന്തായാലും വസ്തുത ചുരുക്കി പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയൊരു മുഅ്ജിസത്തായിരുന്നു മിഅ്റാജും ഇസ്റാവും. വീട്ടിൽ നിന്ന് പുറപ്പെട്ടു, മസ്ജിദുൽ ഹറാമിലെത്തി, പ്രത്യേകമായ ഒരു വാഹനപ്പുറത്ത് ആകാശ ലോകത്തേക്ക് കയറി. എല്ലാ ആകാശങ്ങളിലും വെച്ച് പല പ്രവാചകന്മാരെയും കണ്ടു. കൂട്ടത്തിൽ 6-ാം ആകാശത്തിൽ വെച്ച് മൂസാ നബിയെയും കണ്ടു. 7-ൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും കണ്ടു. അള്ളാഹുവിനെ കണ്ടുമുട്ടി തഹിയ്യത്തായിക്കൊണ്ട്, അഭിവാദ്യമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്തിന് അള്ളാഹു ഒരു മഹത്തായ സമ്മാനം നൽകി. 50 നേരത്തെ നിസ്കാരം വുജൂബാക്കി. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഇറങ്ങി വരികയാണ്. 6-ാം ആകാശത്തിലെത്തിയപ്പോൾ അവിടെ മൂസാ നബി ഇരിക്കുന്നുണ്ട്. അപ്പൊ എന്തേ നബി മൂസാ നബിയെ 50 നിസ്കാര പടച്ചോന്റെ ഉമ്മത്തിന് തന്നിരിക്കുന്നത്, നിങ്ങളൊന്ന് സഹായിക്കണം, നിങ്ങളൊന്ന് രക്ഷപ്പെടുത്തണം, നിങ്ങളൊന്ന് 5 എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂസാ നബിയോട് എന്തെങ്കിലും ഒരു അപേക്ഷ കൊടുത്തോ? വിളിച്ചു തേടിയോ? സഹായം ആവശ്യപ്പെട്ടോ? ഒരിക്കലും തേടിയിട്ടില്ല. മൂസാ നബി ചോദിച്ചു മുഹമ്മദ് നബിയോട്, എന്താ പടച്ചോൻ തന്നത്? എന്നിട്ട് ചോദിക്കുക, എന്താ തന്നത്? 50 നേരത്തെ നിസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് മൂസാ നബി പറഞ്ഞു, അനുഭവത്തിൽ വെച്ചു ഞാൻ പറയട്ടെ, മുഹമ്മദേ, തങ്ങളുടെ ഉമ്മത്തിന് ഇത് കഴിയില്ല, അതുകൊണ്ട് റബ്ബിന്റെ അടുക്കൽ പോയിട്ടൊന്ന് ചുരുക്കിത്തരാൻ പറയണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലതവണ റബ്ബിന്റെ അടുക്കൽ പോയി ആവശ്യപ്പെട്ടു, അപേക്ഷ സമർപ്പിച്ചു. 50ന്റെ പ്രതിഫലം 5-ലാക്കി ചുരുക്കിക്കൊണ്ട് 5 നേരത്തെ നിസ്കാരമാക്കി നിർബന്ധമാക്കിക്കൊണ്ട് പോന്നു. ഇതാണ് ചോദ്യം. 50 നിസ്കാരം 5-ആക്കി സഹായിച്ചത് മരിച്ച മൂസാ നബിയാണ്. അതുകൊണ്ട് മരിച്ചവർ സഹായിക്കും, അവരെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഇല്ല. നബി സല്ലല്ലാഹു ഒറ്റ ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂസാ നബിയെ വിളിച്ചു തേടിയോ? മൂസാ നബിയോട് ആവശ്യപ്പെടുകയും ചെയ്തു. 50 മൂസാ നബിയെ തന്നിട്ടുള്ളത്, ഒന്ന് 5-ആക്കാൻ സഹായിക്കോ? ചോദിച്ചോ? ചോദിച്ചിട്ടില്ല. ചോദിക്കാതെ തന്നെ മരിച്ചോല് സഹായിക്കുന്നില്ല, വേണമെങ്കിൽ തെളിവാക്കിക്കോ. ചോദിക്കാതെ തന്നെ സഹായം കിട്ടും, അന്ന് വാങ്ങിക്കോ. ചോദിക്കാതെ തന്നെ അങ്ങനെ സഹായിക്കണം, വാങ്ങിക്കോ, കുഴപ്പമില്ല. ഇനി വേറൊന്നും, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖബറിൽ കടന്ന് ഇങ്ങനെ മരിച്ചു കിടക്കല്ല. അപ്പൊ പോയിട്ട് ചോദിച്ചതാ, അങ്ങനെയാണെങ്കിൽ മിഅ്റാജിന് പോണതിന് മുമ്പ് ഉണ്ടല്ലോ മൂസാ നബി ഇവിടെ ഖബറിൽ നിസ്കരികൾ കണ്ടിട്ടില്ലേ? അവിടുന്ന് ചോദിച്ചോ? ചോദിച്ചില്ല. അപ്പൊ ഇവിടെ ചെന്നപ്പോ എന്താണ്? ജീവിച്ചിരിക്കുകയാണ് മൂസാ നബി. മൂസാ നബിനെ അള്ളാഹു ഹയാത്താക്കിയിട്ട് ഇവിടെ മുമ്പിലും കൊടുത്തിരിക്കുക. അപ്പൊ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് പരസ്പരം വർത്താനം പറഞ്ഞൂടെ? സംസാരിച്ചൂടെ? എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്താനം പറയുന്നതോ കേൾക്കുന്നതോ കാണുന്നതോ ആരാ അവിടെ തെറ്റെന്ന് പറയുന്നത്? ഇത് നിങ്ങൾ തെളിവ് പറയുന്നതിനാ? ഇത് തെളിവ് പറയുന്നത് ഇവിടെ ഇരുന്നു കൊണ്ട് മൊഹീദ്ദീൻ ശൈഖിനെ വിളിക്കാനാണ്. അതെങ്ങനെ തെളിവാവും? ഇവിടെ ഇരുന്നു കൊണ്ട് മൊഹീദ്ദീൻ ശൈഖിനെ വിളിക്കാൻ വേണ്ടിയിട്ടുള്ള തെളിവെന്ത്? 6-ാം ആകാശത്ത് ജീവനോടുകൂടെ മൂസാ നബിയെ കണ്ടപ്പോ മുഹമ്മദ് നബി മൂസാ നബി കൂടി വർത്താനം പറഞ്ഞതാ. എന്തൊരു തെളിവ്? ഇവിടെ ഇരിക്കുമ്പോൾ മൊഹീദ്ദീൻ ശൈഖിനെ വിളിക്കാൻ. ഇതെങ്ങനെ? വയറുവേദനയ്ക്ക് വിത്ത് വരുത്തണമായില്ലേ? പൊതുവെ എന്തെങ്കിലും ബന്ധമുണ്ടോ തമ്മിൽ? എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധമല്ല. തന്നെയുമല്ല, മിഅ്റാജ് കഴിഞ്ഞിട്ട് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര കാലം ഇവിടെ ജീവിച്ചു? എന്നിട്ടല്ലേ ബദർ ഉണ്ടായത്? എന്നിട്ടല്ലേ ഉഹദ് ഉണ്ടായത്? എത്ര വർഷങ്ങളുണ്ടായി? ഒരിക്കലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിച്ചോ, എന്റെ 50 5-ആക്കി തന്ന മൂസ അവിടെ ഉണ്ടല്ലോ, വിളിച്ചോക്കട്ടെ, ഞാൻ വിളിച്ചോ? ഒരിക്കലെങ്കിലും വിളിച്ചോ? വിളിച്ചില്ല. ഒരൊറ്റ പ്രവാചകനെയും വിളിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചില്ല. സ്വഹാബത്ത് വിളിച്ചോ? വിളിച്ചില്ല. ആരെയും വിളിച്ചില്ല. എങ്കിൽ പിന്നെ മരിച്ചോലടുത്ത് നിന്ന് സഹായം കിട്ടണമെന്നുണ്ടെങ്കിൽ എവിടെ പോണം? മിഅ്റാജിന് പോണം. മിഅ്റാജ് ആർക്കാണ്ടാവുക? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമോട് കുടിക്കോ? ഇനി അതുണ്ടാവില്ല. അപ്പൊ ഇനി മരിച്ചോരെ സഹായം കിട്ടണമെന്നുണ്ടെങ്കിൽ ഭൂമിയിൽ നിന്നൊന്നും നടക്കൂല, ആകാശത്ത് പോകണം എന്ന് വരും. മിഅ്റാജ് ഉണ്ടെങ്കിൽ അതും ആർക്കൊക്കെ മിഅ്റാജ് വേണം? സഹായം ചോദിക്കുന്ന ആൾക്ക് മാത്രം മിഅ്റാജ് ഉണ്ടായിട്ടും കാര്യമില്ല, അല്ലാത്ത ആൾക്കും വേണം മിഅ്റാജ്. കാരണം മൂസാ നബി 6-ാം ആകാശത്ത് അവിടെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണെന്നറിയും? കനത്ത ദുർവ്യാഖ്യാനം. കനത്ത ദുർവ്യാഖ്യാനങ്ങൾ. യാതൊരു തെളിവും ഈ വിഷയത്തിലില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നമ്മളെ സഹായിച്ചു, ശരിയാണ്. അള്ളാഹുവിന്റെ അടുക്കൽ പോയി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി പല പ്രാവശ്യം പോയിട്ട് എന്ത് ചെയ്തു? അള്ളാഹുവിനോട് അപേക്ഷകൾ സമർപ്പിച്ച് 50ന്റെ കൂലി 5-ൽ പരിമിതപ്പെടുത്തിക്കൊണ്ട് തിരിച്ചു പോന്നു. ഇവിടെ ഒരിക്കലും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ എന്ത് ചെയ്തിട്ടില്ല? യാതൊരു നിലക്കും സഹായത്തിന് പിന്നീട് വിളിച്ചിട്ടില്ല. കണ്ടറിഞ്ഞുകൊണ്ട് മുഹമ്മദ് നബിയുടെ ബദറിൽ സഹായിക്കാൻ മൂസാ നബി വന്നിട്ടില്ല, എവിടെയും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ദുർവ്യാഖ്യാനമാകുന്നു. മഹാന്മാരായ പ്രവാചകന്മാരുടെ മേലും അള്ളാഹുവിന്റെ മേലും നടത്തുന്ന കനത്ത ദുർവ്യാഖ്യാനമാകുന്നു ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കാം. കിട്ടിയിട്ടുള്ള കുറിപ്പ്,
മസ്ജിദുൽ അഖ്സയിൽ നിന്ന് ആകാശത്തിലേക്ക് പോയി എന്ന് പറയുന്നതിന് പകരം മസ്ജിദുൽ ഹറാമിൽ നിന്ന് പോയി എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അബദ്ധമാണ്. മസ്ജിദുൽ അഖ്സയിൽ നിന്നാണ് ആകാശത്തിലേക്ക് പോയത്. മസ്ജിദുൽ ഹറാമിൽ നിന്ന് പുറപ്പെട്ടു മസ്ജിദുൽ അഖ്സയിലെത്തി. അതുവരെയുള്ളത് ഇസ്റാ, അവിടുന്ന് അങ്ങോട്ട് മേലോട്ടുള്ളത് മസ്ജിദുൽ അഖ്സയിൽ നിന്ന് ആകാശത്തിലേക്ക് കയറിപ്പോയത് മിഅ്റാജ്. ആ തെറ്റ് സൂചിപ്പിച്ചു തന്നതിന് വളരെയധികം നന്ദിയുണ്ട്. ഇതേപോലെയുള്ള ഈ പ്രയോഗങ്ങൾ വരുമ്പോ ഓർമ്മപ്പെടുത്തിയാൽ അപ്പത്തന്നെ ആ കാസറ്റിൽ തിരുത്താം. ഇല്ലെങ്കിൽ എന്താ അറിയോ, പിൽക്കാലത്ത് ഇങ്ങനെ സാറ്റലൈറ്റും പിടിച്ചിട്ട് ഇരിക്കുകയാണ് കുറെ കൗറും. കാരണം ആയത്ത് പറഞ്ഞതിനും ഹദീസ് പറഞ്ഞതിനും ഒന്നും പറയണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ ഇരിക്കുക, എന്തെങ്കിലും കിട്ടാണ്ടോ, കിട്ടിയാൽ അതിന് ചാടി സലഫിക്ക് ആയത്തറിഞ്ഞൂടാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മേറാജിനെ വിശദീകരിക്കുന്ന മൂപ്പർക്ക് മേറാജിന്റെ യാത്രയുടെ തുടക്കത്തായത് എവിടുന്നാന്ന് പോലും അറിയില്ല. വിവരം കേട്ടോൻ ഞങ്ങൾ കിതാബ് ഓതി പഠിച്ച ആലിമീങ്ങൾ. അത് പറയാതിരിക്കാൻ ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ മനഃപൂർവ്വമല്ലാതെ നാക്കിൽ നിന്ന് സംഭവിക്കുമ്പോൾ അത് തിരുത്താൻ അപ്പോൾ തന്നെ അവസരം ഒരുക്കാൻ ഇതുപോലെയുള്ള കുറിപ്പുകൾ തന്ന് സഹായിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇനിയും ഒട്ടേറെ ദുർവ്യാഖ്യാനങ്ങളുണ്ട്. ആയത്ത് സംബന്ധമായത് ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു. വേറെയും ഹദീസുകളുണ്ട്, ചരിത്രങ്ങളുണ്ട്, ഒരുപാട് വിശദീകരിക്കാനാണ്. ഇൻഷാ അല്ലാഹ് ഇനിയും വിശദീകരിക്കുന്നതാണ്. ഇവയിൽ നിന്നെല്ലാം മനസ്സിലാക്കിയത് നമ്മൾ വിശദീകരിക്കുന്നത് അള്ളാഹു മാത്രമാണ് നമ്മെ സഹായിക്കുന്ന രക്ഷാധികാരി. അല്ലാഹു വലിയുൽ മുഅ്മിനീൻ, അള്ളാഹുവാണ് സത്യവിശ്വാസികളുടെ രക്ഷാധികാരി. ആ അർത്ഥത്തിൽ മറ്റാരും നമ്മുടെ രക്ഷാധികാരികളില്ല. അമ്പിയാക്കന്മാരെ മുഴുക്കെ അമ്പിയാക്കൾ എന്ന നിലക്കും ഔലിയാക്കളെ ഔലിയാക്കൾ എന്ന നിലക്കും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം, നിർബന്ധമാണ്. പക്ഷേ ആദരവ് ഒരിക്കലും മൂത്ത് ആരാധനയിൽ ചെന്നെത്തരുത്. അത്രയും നമ്മൾ പറയുന്നു. തെളിവുകൾ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കുകയും യഥാർത്ഥ വിശ്വാസത്തിന്റെ പ്രബോധന പ്രചരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ പ്രത്യേകമായി തയ്യാറാവണം എന്നും വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.